മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വൻ ആക്രമണത്തിൽ 200-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഷോക്കിംഗ് ന്യൂസ്. കരിമ്പട്ടികയിൽ പെടുത്തുമെന്ന UN പ്രഖ്യാപനവും കാറ്റിൽ പറത്തി ഇസ്രയേൽ നിരവധി കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. 4 ബന്ദികളെ ഇസ്രയേൽ സേന രക്ഷപ്പെടുത്തിയെന്ന വാർത്തയും വരുന്നുണ്ട്. അതേസമയം ഹൂഥികൾ കരീബിയൻ കപ്പൽ ഇതിന് പ്രതികാരമായി ആക്രമിച്ചു എന്ന വാർത്ത കൂടി ചേർത്ത് വായിക്കണം. പി ജെയിംസ് നമുക്കൊപ്പം ഈ വിദേശ വാർത്തകളെ കൈകാര്യം ചെയ്യാൻ നമുക്കൊപ്പം ചേർന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്, പറയൂ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഈ അടുത്ത നാളുകളിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 50-60 പേരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മധ്യ ഗസയിലെ നുസ്രത്ത് ക്യാമ്പിലേക്ക്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 200-ലേറെ പേർ, ഒരു കണക്കനുസരിച്ച് 250ഓളം പേർ, ചില കണക്കുകളിൽ 210ഒക്കെയാണ് ഇന്റർനാഷണൽ മീഡിയയിൽ വരുന്നത്. എന്തായാലും 200-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അലക്സ പള്ളിക്കടുത്തുള്ള അൽവക്സ ആശുപത്രിയിൽ ഏതാണ്ട് 500-ലേറെ ഗുരുതരമായി പരിക്കേറ്റ പലസ്തീനികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ്, ഈ ക്യാമ്പിലെ ആക്രമണത്തിനിടയിലാണ് 4 ഇസ്രായേലി ബന്ദികളെ ഒക്ടോബർ 7 മുതൽ ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന 4 ബന്ദികളെ ഇസ്രായേൽ സേന മോചിപ്പിച്ചത്. അതേ തുടർന്ന് അവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയ പ്രകടനം നടക്കുകയാണ്. അത് ഒരു കാര്യത്തിലാണ്, 4 പേരെ മോചിപ്പിച്ചത് കൊള്ളാം, പക്ഷേ കുറേ പേര് ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ മോചിപ്പിക്കാനാണ്, കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ നെതന്യാഹുവിന് ഇതുകൊണ്ടൊരു ഗുണം കിട്ടിയ പ്രത്യേകിച്ച് അവിടുത്തെ പ്രതിപക്ഷ നേതാവും യുദ്ധകാല മന്ത്രിസഭയിൽ അംഗവുമായ ബെന്നി ഗാൻസ് രാജിഭീഷണി മുഴക്കിയിരുന്നു. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിരുന്നു രാജിവെക്കാനായി. പക്ഷേ അവസാന നിമിഷം ഈ 4 ബന്ദികളെ മോചിപ്പിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തൽക്കാലം അദ്ദേഹം പത്രസമ്മേളനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നെതന്യാഹു വിളിച്ച് രാജിവെക്കരുതെന്ന് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഇസ്രായേൽ മന്ത്രിസഭയിൽ വല്ലാത്ത പൊട്ടിത്തെറിയാണ്. കാരണം ഗസ യുദ്ധം നീണ്ടുപോകുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു, ലോകരാജ്യങ്ങളൊക്കെ എതിരാവുന്നു. അമേരിക്കയുടെ ജോ ബൈഡൻ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി എതിർക്കുന്നു, പക്ഷേ മറ്റുള്ളവരൊക്കെ അനുകൂലിച്ച് നിൽക്കുന്നു. പ്രത്യേകിച്ച് 3 ഘട്ടമായിട്ട് വെടിനിർത്തലിൻ്റെ പദ്ധതിയാണ് ജോ ബൈഡൻ അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക ഇക്കാര്യത്തിൽ വലിയ അതൃപ്തരാണ്. പക്ഷേ അതേസമയം തന്നെ അമേരിക്കൻ കമ്പനി ലോക്ഹീഡ് ഏതാണ്ട് 25,000 കോടിയുടെ F-35 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് നൽകുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അമേരിക്കയുടെ കാര്യത്തിലുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഹൂതികൾ, വടക്കൻ യമനിൽ നിന്നുള്ള ഹൂതികൾ ഇറാൻ്റെ സഹായത്തോടെ നിൽക്കുന്നു. ഹമാസും ഇറാൻ്റെ സഹായത്തോടെയാണ്. ലെബനിൽ നിന്ന് ഹെസ്ബുള്ളയും, ഈ 3 സംഘടനകളും തമ്മിലൊരു കോർഡിനേഷനുണ്ട്. ഹമാസിന് അനുകൂലമായിട്ട് ഹൂതികൾ രംഗത്ത് വരികയും വീണ്ടും ആൻറ്റിഗ ബാർബുഡയുടെ ഒരു കരീബിയൻ കപ്പൽ ആക്രമിച്ചിരിക്കുകയാണ് ഹൂതികൾ. വേറെ നാശനഷ്ടങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ആ ആക്ട് അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ച് വടക്കൻ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷവും തകർത്തതാണ്. എല്ലാം തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഹൂതികൾ ഓരോ കപ്പലും വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ഗ്രീക്ക് കപ്പൽ ആക്രമിച്ചിരുന്നു. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ ശേഷി ഇപ്പോഴും ഹൂതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല മുഴുവൻ വീണ്ടും സംഘർഷ ഭരിതമായി തുടരുകയാണ്. ഹമാസിനെ കൊണ്ട് അവർ അംഗീകരിപ്പിക്കാനാണ് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന വാദമുണ്ട്. എന്തായാലും ഹമാസ് മിണ്ടിയിട്ടില്ല. ഹമാസ് പറയുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ലെന്നാണ്. ഹമാസിനെ അവസാനിപ്പിക്കാതെ ഇസ്രായേലും പിന്മാറില്ലെന്ന് പറയുന്നു. ജെയിംസെ, മറ്റൊരു കാര്യം, നമ്മുടെ ഈ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ ഈ മിറാസ് 2000 കാർഗിൽ കാലത്തൊക്കെ നമ്മളെ ഒരുപാട് രക്ഷപ്പെടുത്തിയ വിമാനമാണ്. ഫ്രാൻസിൽ നിന്നുള്ള വിമാനങ്ങൾ കൈമാറും എന്നൊക്കെ പറയുന്നു. അതുപോലെ അമേരിക്കയും യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു. മുതൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളൊക്കെ മിസൈലുകളും ഒക്കെ തന്നെ യുദ്ധമുഖത്ത് യുക്രൈൻ പരീക്ഷിച്ചു തുടങ്ങിയെന്ന വാർത്ത വരുന്നു. ഈ റഷ്യയുടെ ഭീഷണിയൊക്കെ അവരെല്ലാം അവഗണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉക്രൈൻ യുദ്ധം 2 വർഷവും 4 മാസത്തിലെത്തുമ്പോൾ വീണ്ടും എസ്കലേറ്റ് ചെയ്യാൻ, അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനകളായിട്ട് കാണേണ്ടി വരും. കാരണം ഓർക്കുന്നുണ്ടാവും, ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ ഭീഷണി അതീവ രൂക്ഷമാണ്. ക്യൂബയിലേക്ക് തങ്ങൾ ആണവ അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും അയക്കുന്നു, ഏതാണ്ട് അയച്ചു തുടങ്ങിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അത് വരുന്നത് ക്യൂബ അമേരിക്കയുടെ ബാക്ക് യാർഡിലാണ്, ഏതാണ്ട് പിന്നാമ്പുറത്താണ്. ആ പിന്നാമ്പുറത്ത് നിന്ന് ആക്രമിച്ചാൽ
ക്യൂബയിൽ നിന്ന് ആക്രമിച്ചാൽ അത് ചെന്നെത്തുന്നത് അമേരിക്കയുടെ എല്ലാ നഗരങ്ങളിലേക്കുമാണ്. ഇവരുടെ അന്തർവാഹിനിയിലെ മിസൈൽ 1300 മുതൽ 1500 വരെ കിലോമീറ്റർ പോകാൻ സാധിക്കും. 360 കിലോമീറ്ററേ ഉള്ളൂ അമേരിക്കയുടെ മയാമി ബീച്ചിലെത്താൻ. അപ്പോൾ തന്നെ ടെക്സാസ് അടക്കം പ്രധാനപ്പെട്ട പല നഗരങ്ങളിലേക്കും ഈ 2500 കിലോമീറ്ററിൻ്റെ മിസൈലുകളാണ് യുദ്ധക്കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അവിടെ സേനാഭ്യാസം നടത്തുന്നുണ്ട് റഷ്യ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഭീഷണി തന്നെയാണ് ഈ റഷ്യൻ മറ്റേ യുദ്ധക്കപ്പലുകളൊക്കെ എത്തുന്നത്. അതിനിടയിലാണ് SKN അമേരിക്കൻ ആയുധങ്ങൾ ഉക്രൈൻ സേന ഈ മണിക്കൂറുകളിൽ ഉപയോഗിച്ചു എന്ന വാർത്ത വരുന്നു. ബെൽഗോ റോഡിൽ റഷ്യയുടെ നഗരമാണ്, അതിർത്തിയിലെ അടക്കം പല സ്ഥലങ്ങളിലും ക്രീമിയയിൽ ഒക്കെ അവിടെ ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഹിമാർസ് എന്ന അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു റഷ്യക്കെതിരെ. അപ്പോൾ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വല്ലാതെ ക്ഷുഭിതനാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് പറഞ്ഞത്, ഞങ്ങൾ മിറാഷ് 2000 ഞങ്ങൾ ഉക്രൈൻ സേനയ്ക്ക് നൽകുന്നു. വെറുതെ നൽകുന്നു എന്ന് മാത്രമല്ല, ഉക്രൈൻ സേനയെ മിറാഷ് 2000 പരിശീലനം നൽകി മിറാഷ് 2000 നേരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതുവരെ വെസ്റ്റേൺ രാജ്യങ്ങളൊന്നും പാശ്ചാത്യ രാജ്യങ്ങളൊന്നും യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. F-16 വിമാനം അമേരിക്ക നേരിട്ട് നൽകുന്നില്ലെങ്കിലും അതുപോലെ തന്നെ നെതർലൻഡ്സിൽ ഡെൻമാർക്കിലൊക്കെയുള്ള F-16 യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് നൽകുന്നുണ്ട്. F-35 ഇസ്രായേലിന് നൽകുന്ന വിമാനം നൽകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ മാപ്പപേക്ഷ നടത്തിയതാണ് SKN. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായിട്ട് തീരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉക്രൈൻ്റെ കാർക്കീവിൽ റഷ്യ ഈ മണിക്കൂറുകളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുകയാണ്. SKN ജെയിംസ്, മറ്റൊരു കാര്യം, ഈ പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ പാകിസ്ഥാൻ മൗനം പാലിക്കുന്നു. ഈ സർക്കാരിനെയോ നരേന്ദ്രമോദി ഒന്നും അഭിനന്ദിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. SKN സാധാരണ ഒരു അന്താരാഷ്ട്ര മര്യാദയാണ്. ഏത് ശത്രു രാജ്യമാണെങ്കിലും അവിടെ ഒരു പുതിയ ഭരണാധികാരിയും ഭരണകൂടവും വരുമ്പോൾ അയൽ രാജ്യങ്ങളും മറ്റുള്ളവരൊക്കെ അഭിനന്ദിക്കുക, ഒരു കൺഗ്രാറ്റുലേറ്ററി നോട്ട് അയക്കുക. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് അങ്ങനെ അഭിനന്ദന കത്ത് അയക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അയച്ചില്ലെന്ന് മാത്രമല്ല മൗനം പാലിക്കുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പലതരത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. അധികാരത്തിൽ വന്നില്ലല്ലോ, പക്ഷേ ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ അഭിനന്ദിച്ചു കഴിഞ്ഞു, പുതിയ ഭരണകൂടത്തെ അഭിനന്ദിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിയുമായിട്ട് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇതുവഴി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചൈനയും ഏതാണ്ടൊരു മൗനത്തിലാണ്. വരുന്നതിൽ ഞങ്ങൾക്ക് ലീഡർഷിപ്പിൽ വരുന്നതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും വലിയ ഒരു അഭിനന്ദനം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ചൈന വല്ലാത്ത ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് തായ്വാൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയും അഭിനന്ദിച്ചുകൊണ്ട് അവർ കൺഗ്രാറ്റുലേറ്ററി നോട്ട് അയച്ചു ട്വിറ്ററിലെ മറ്റേ എക്സ് വഴി. അതിന് മറുപടിയായിട്ട് തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതിനെതിരെയാണ് ചൈന രംഗത്ത് വന്നത്. ഇതിനിടയിൽ SKN അറിയുന്ന പോലെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ന്യൂയോർക്കിൽ നടക്കുന്നു. മഴ പെയ്യാതിരിക്കും എന്നൊക്കെ പറയുന്നു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കോടിക്കണക്കിന് ആരാധകർ ഈ മത്സരം കാണാനിരിക്കുകയാണ്. ഈ സംഘർഷത്തിന് നടുവിലാണ് ഇന്ത്യ പാകിസ്ഥാൻ. ഇതൊരു യുദ്ധമെന്നാണ് പറയുന്നത്, ക്രിക്കറ്റ് മാച്ച് എന്നല്ല. അവർ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് കാണുന്നത്. പാകിസ്ഥാൻ്റെ മുഖം പോയിരിക്കുകയാണ്. അവർ ഡാളസിൽ നടന്ന മത്സരത്തിൽ അവർ തോറ്റിരിക്കുന്നു അമേരിക്കയോട്. ഇപ്പുറത്ത് ഇന്ത്യ അയർലൻഡിനെ ഇതേ ഗ്രൗണ്ടിൽ, ഇന്ന് മത്സരം നടക്കുന്ന ന്യൂയോർക്കിലെ ഗ്രൗണ്ടിൽ, നസൗ കൗണ്ടിയിലെ ഗ്രൗണ്ടിൽ തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരവും ഇന്ത്യയുടെ സംഘർഷവും ഒക്കെ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പി ജെയിംസ്, താങ്ക് യു. ഇനി വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.